ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മണ്ഡലകാലത്തിൽ 41 ആവുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ അവിടെ ഭിക്ഷ ഉണ്ടായിരുന്നു അമ്പലത്തിൽ, അത് കഴിച്ച് വീട്ടിലെത്തി പിന്നെയും വിശന്നു. അപ്പോൾ നമ്മൾ എന്താക്കി, വീട്ടിൽ മക്രോണി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ മക്രോണി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മക്രോണി തയ്യാറാക്കുന്നത് കണ്ടാലോ? ഓക്കെ. അമ്മ അവിടെ ഏട്ടന് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ എൻ്റെ മക്രോണി പണി തുടങ്ങിക്കഴിഞ്ഞു ഗായ്സ്. ഫസ്റ്റ് തന്നെ ക്യാമറൻ്റെ മുന്നിൽ നമ്മളെ ക്യാപ്സിക്കം. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം അരിയാൻ പോവാണ്. ക്യാപ്സിക്കം അരിയണമെങ്കിൽ കത്തി വേണമല്ലോ, കത്തി കാണുന്നില്ല. എന്നിട്ട് ഞാൻ അമ്മേനോട് ചോദിക്കാണ്ട് കത്തി എവിടെയെന്ന്. അമ്മ പറഞ്ഞ അവിടെ എവിടെയെങ്കിലും നോക്ക്. അങ്ങനെ ലാസ്റ്റ് നമ്മളെ കത്തി കിട്ടി, നമ്മൾ അരിയാൻ പോവുകയാണ് ഗായ്സ്. അമ്മയ്ക്ക് ഞാൻ പച്ചക്കറി അരിയുന്നതിലേ ഒരു വിശ്വാസമില്ല. ഞാൻ മുറിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെയാണോ മുറിക്കുന്നതെന്ന് ചോദിക്കുക, അങ്ങനെ നോക്കുന്നുണ്ടല്ലേ, അങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ അമ്മ. ഞാൻ പറഞ്ഞു എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ മുറിക്കണേ, എങ്ങനെയായാലും കുഴപ്പമില്ല, മുറിച്ച് കിട്ടിയാൽ പോരെയെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മുറിയൽ പരിപാടിയിലേക്ക് തുടങ്ങി. ഇങ്ങനെ മുറിക്കാൻ തുടങ്ങി, ഓരോരോ കഷ്ണമായിട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിയാൻ തുടങ്ങി. ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്തു. ഈ അടുത്തത് അതിനെ സൈഡാക്കിയിട്ട് ഈ ക്യാരറ്റ് അരിയാം. ക്യാരറ്റ് അരിയുമ്പോഴും എൻ്റെ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്, റൗണ്ട് ആയിട്ടാണോ അരിയുന്നത്, നേരെയാക്കി അരിയണ്ടേ, ഇങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞ എന്തായാലും കുനുകുനാന്നായാൽ പോരേന്ന്. ലാസ്റ്റ് അമ്മ പറഞ്ഞു വേഗം ടൈമില്ലേ, ഏട്ടന് പോകാനായി, അങ്ങനെയാണ്. അങ്ങനെ ഞാൻ അരിയലിൽ നിന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ദാനം കൊടുത്തു. അമ്മ പറഞ്ഞു നീ ഇങ്ങനെ അരിഞ്ഞാൽ ഇപ്പോഴൊന്നും തീരൂല, ഏട്ടന് പണിക്ക് പോകാനുള്ളതാണ്, ക്യാരറ്റ് സവാള ഇങ്ങനെ അരിഞ്ഞ് തീർക്കാനുണ്ട്, ഞാനാകെ ക്യാരറ്റിൻ്റെ പകുതി ആയിട്ടുള്ളൂ എന്ന്. അപ്പം അമ്മ ചോദിച്ചത് ആയിക്കോട്ടെ അമ്മ അരിഞ്ഞോന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് അത് ദാനം കൊടുത്തിട്ട് പോയി. അങ്ങനെ എൻ്റെ അരിയൽ ഡ്യൂട്ടി കൊടുത്തിട്ട് ഞാനിതാ മക്രോണീൻ്റെ പാക്കറ്റ് പൊളിക്കുകയാണ്. അമ്മ അവിടെ അരിയാണ്, ഞാനിവിടെ ഈ മക്രോണിഞ്ഞത് പൊട്ടിക്കുകയാണ്. അങ്ങനെ മക്രോണി ഇടാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് തപ്പിയിട്ട് അവിടെ ചീഞ്ചട്ടി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഫുള്ളും വെതറിട്ട് ഇങ്ങനെ നല്ല ഇങ്ങനെ കളിക്കാൻ നല്ല റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മളത് ഇട്ടിട്ട് അടുപ്പത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ അറിയുന്നത്. അമ്മ പറഞ്ഞു അത് ഇങ്ങനെയല്ല വെക്കേണ്ടത്, ആദ്യം ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് വെക്കേണ്ടത് മൊയിൻ്റെ, ഇങ്ങനെ വെച്ചാൽ അത് ഒന്നായിട്ട് ഒട്ടിപ്പോവല്ലെന്നു. അപ്പോഴാണ് എനിക്ക് ബൾബ് എത്തിയത്. അപ്പം തന്നെ ഞാൻ ഓടിപ്പോയിട്ട് മക്രോണി ഞാനതൊരു പ്ലേറ്റിലേക്ക് ആക്കി മാറ്റി. ഇനി നമുക്കത് ഇനി വേവിക്കാൻ പോവാണ് നമ്മൾ കേട്ടോ. ഇനി മക്രോണി നമുക്ക് വേവിക്കാം. അങ്ങനെ മക്രോണി വേവിക്കാൻ നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. പാത്രം തപ്പാണ് ഗൈസ്, ഞാനങ്ങനെ പാത്രം അവിടെ വെക്കാൻ പോവാണ്. അപ്പോൾ പാത്രത്തിൽ കുറച്ച് തിളയ്ക്കാൻ കുറച്ചിട്ടോ, അളവൊന്നും എനിക്കറിയില്ല, കുറച്ച് വെള്ളം വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തിളച്ച്. അപ്പോൾ നമ്മളിതാ മക്രോണി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ സ്പൂണൊക്കെ കഴുകിയിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കിയില്ലെങ്കിൽ ഒന്നായിട്ട് കട്ട പോലെ ഒട്ടി പിടിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചിക്ക് ഇളക്കാം ഗൈസ്. അപ്പോൾ അതിലേക്കൊന്ന് എല്ലാം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ ചേർക്കാം. ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഗായ്സ് നമ്മൾ ഒരു കാര്യം മറന്നു, നമ്മളിതാ ഉപ്പ് ചേർക്കാൻ മറന്നു. നമ്മൾ പറഞ്ഞു ഉപ്പ് ചേർത്തില്ലല്ലോ. ഞാനങ്ങനെ ഉപ്പെടുത്ത് കുറച്ച് പാകത്തിന്, അളവൊന്നും ഞാൻ തൂക്കിയിട്ടില്ല, കുറച്ച് പാകത്തിന് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. അങ്ങനെ ഗായ്സ് നമ്മളെ മക്രോണി തിളച്ച് വന്നിരിക്കുന്നു, എന്തൊക്കെ ചെയ്ത്. ഇനി നമുക്കിത് കോരി നമ്മളെ പ്ലേറ്റിലേക്ക് എടുക്കാം ഗായ്സ്. ഞാൻ കോരി എടുക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ഇപ്പം നിലത്ത് പോകുന്നു ഇങ്ങനെ നോക്കി നിൽക്കാം. പക്ഷെ ഞാൻ സമ്മതിക്കും, ഞാൻ പ്ലേറ്റിലേക്ക് തന്നെ വെതറിയിട്ടു ഗായ്സ്. എന്നെ കൊണ്ടാണോ പറ്റാത്തത്? അങ്ങനെ അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചു, ഒരു വലിയ ചീഞ്ചട്ടി വെച്ചു. ഇനി അതിലാണ് ഈ മക്രോണീൻ്റെ ഒരു കുഞ്ഞ് ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചതാ പച്ചമുളക്, ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള, പിന്നെ വേവിച്ച് വെച്ച മക്രോണി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചീഞ്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് എണ്ണയിലേക്ക് ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ചേർക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ച പച്ചമുളകാണ്. പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടാം. അങ്ങനെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള, ക്യാരറ്റ്, ക്യാപ്സിക്കം അതൊക്കെ ഫുള്ള് ചേർത്ത് ഇട്ട് വഴറ്റാൻ പോവാണ്. നന്നായിട്ടൊന്ന് വഴറ്റാം. വഴണ്ടിതാ കുറച്ചൊന്ന് വഴണ്ട് ഓവർ ഇതാക്കണ്ട, കുറച്ചൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെക്സ്റ്റ് ചേർക്കേണ്ടത് തക്കാളിയാണ്. അങ്ങനെ നമുക്ക് തക്കാളിയെ നന്നായിട്ട് ഇതുമായിട്ട് നല്ല മിക്സായിട്ടൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം. അങ്ങനെ ഇനി നമുക്കിതാ പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ഞാൻ ചേർത്തത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. മഞ്ഞപ്പൊടിയും ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. എന്ത് മറന്നാലും ഉപ്പ് മറക്കരുത്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എങ്ങനെ ഉണ്ടാക്കുന്ന ഇടയിൽ എൻ്റെ കൈ എങ്ങനെയോ മുറിഞ്ഞു പോയി. അത് എങ്ങനെയാണെന്ന് കൂടി എനിക്കറിയില്ല. പക്ഷേ ഇളക്കുമ്പോൾ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വേദനിച്ച് നടക്കായിരുന്നു. പക്ഷേ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ഇട്ടെടുത്തതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗരം മസാലയാണ് ചേർക്കേണ്ടത്. ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് ചിക്കൻ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്. കൈ വേദനിച്ചിരിക്കും, ഇളക്കാനേ പറ്റില്ല. പക്ഷേ ഇളക്ക തന്നെ ലാസ്റ്റ് 2 കൈ അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൈനോടൊക്കെ മാറ്റി ഇളക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മളെ ഗ്രേവി നന്നായിട്ട് പൊടിയൊക്കെ ചേർത്ത് പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് പച്ചവെള്ളമാണ്. ഞാൻ അളവ് പറയുന്നില്ല, കുറച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ചേർത്തിട്ട് ലാസ്റ്റ് നമ്മൾ ഉപ്പ് നോക്കാൻ മറക്കരുത്. അത് മെയിൻ ഒരു കാര്യമാണ്. പക്ഷേ ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യയിൽ ഉപ്പൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അമ്മേനോട് നോക്കാൻ പറയായിരുന്നു ഉപ്പുണ്ടോ നോക്കാൻ. അപ്പം അമ്മയും പറഞ്ഞ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പിഞ്ച് ഉപ്പും കൂടി ഇട്ട്. പിന്നെ എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എരിവും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓവറല്ല പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനിയാണ് നമ്മളെ ഈ മെയിൻ താരം മക്രോണി. വേവിച്ച് വെച്ച മക്രോണി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്തിരി ആയിട്ട്. ഇതൊക്കെ കുറച്ച് നേരം ആയതുകൊണ്ട് കട്ടയൊക്കെ പിടിച്ച്. അപ്പോൾ നമുക്ക് ഇത്തിരി ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇട്ട മക്രോണി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഇളക്കിയ ഫുൾ നിലത്തേക്ക് പോകുന്ന എനിക്ക് തന്നെ തോന്നിയിട്ട് ഞാൻ അമ്മേനെ കൊണ്ട് ഇളപ്പിക്കുകയാണ്. അമ്മയാണെങ്കിൽ വൃത്തി ചെയ്യും. പിന്നെ ഞാൻ അതിൻ്റെ മേലെ കുറച്ച് പെപ്പർ പൊടി ഇല്ലാത്തതുകൊണ്ട് കുരുമുളക് ചതച്ചതാട്ടോ ഞാൻ ചേർത്തത്. അപ്പോൾ അതിൻ്റെ മേലെ വെതറി കൊടുത്തു. ഇനി മക്രോണി ഈ ഗ്രേവിയിലേക്ക് ചേർത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മക്രോണിലേക്ക് ഈ മസാല എത്തണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ മക്രോണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ കാര്യമായിട്ടൊരു പരിപാടി ഒന്നുമില്ല. നന്നായിട്ട് ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രേവിൻ്റെ കൂടെ സോസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ സോസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആഡ് ആയില്ല. അപ്പം നമ്മളെ മക്രോണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ മക്രോണി അല്ലെങ്കിൽ തട്ടിക്കൂട്ട് മക്രോണി വേണമെങ്കിൽ പറയാം. തട്ടിക്കൂട്ട് മക്രോണി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഓക്കെ എന്നാണ്. കുഴപ്പമില്ല, അത്ര മോശമൊന്നും ആയിട്ടില്ല. ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏട്ടനും കൊടുത്തപ്പോൾ ഏട്ടനും ഇഷ്ടമായി, അമ്മയ്ക്കും ഇഷ്ടമായി. നമുക്ക് അല്ലറ ചില സാധനങ്ങളുടെ കുറവ് അത് ഉണ്ടാവും. അപ്പം എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണ് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ടാക്കിയത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഓക്കെ ആണ്. അമ്മ അപ്പുറത്ത് ബാക്കിലിരുന്ന് ടി വിയും കണ്ട് തിന്നുന്നുണ്ട്. അപ്പം ഞാൻ അമ്മേനോട് ചോദിക്കുകയായിരുന്നു, കുഴപ്പമില്ലല്ലോ, കഴിക്കാൻ പറ്റിയതല്ലേന്ന്. അപ്പം അമ്മ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ പറ്റിയതാണ്, ടേസ്റ്റൊക്കെ ഉണ്ടെന്ന്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ കൂടെ എഗ്ഗ് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതും ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എഗ്ഗ് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനുണ്ടാക്കി എന്തായാലും ഫ്ലോപ്പ് ആയിട്ടില്ല,
നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.